and fly away with me. Come 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 and fly. Hi everyone, welcome to Daisy Barakat. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ദം ബിരിയാണിയാണ്. നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലിടാം. 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 3 സ്പൂൺ ഓയിൽ, ഒരു 3 സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുക്കറിൽ ബീഫ് അടച്ചു വെച്ച് ഒരു 10 വിസിലോളമാണ് നമ്മളിവിടെ വേവിച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് തുറക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് ഏകദേശം ഒരു 3 സ്പൂണോളം ഡാൽഡ ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം ഒരു 2 വലിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡ് കളർ ആകുമ്പോൾ മാറ്റി വെക്കാം. നമുക്കിനി ചെമ്പ് എടുക്കാം. ചെമ്പിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കാം. 3 സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ്, ഒരു ഫുള്ള് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ ഗരം മസാല, 2 ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുക്കി പിടിക്കാതെ നോക്കണം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഫുള്ള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ബ്രൗണിഷ് കളറാക്കി വെച്ച സവാളയും കിസ്മിസും കാഷ്നട്ടൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു കലത്തിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഈ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാലാസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ വീണ് കൊടുക്കാം. എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി ഒരു 70% വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് നമ്മുടെ ബീഫാണ്. ബീഫ് ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബീഫിൻ്റെ. നമ്മൾക്ക് ഈ ബീഫിൻ്റെ മേളിലേക്ക് ഈ കോരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പൈനാപ്പിളും പിന്നെ നേരത്തെ പൊരിച്ചു വെച്ച കാഷ്നട്ട്സും പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിച്ചീര വിതറാം. എന്നിട്ട് ലെയറായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമ്മളിവിടെ 2 ലെയറാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിനി ഇത് മൈദ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ദമ്മിട്ട് വെക്കാം. ഏകദേശം 1 മണിക്കൂർ ദമ്മിട്ട് വെക്കണം. അതോടെ നമ്മുടെ ബിരിയാണി കഴിഞ്ഞു.
ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, കുക്കമ്പർ, ക്യാരറ്റ്, കുറച്ച് ഉപ്പ്, പിന്നെ നല്ല തൈര്, പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്.